റാഷിക്ക ഓടിവാ, എന്നെ ഇതാ കൊല്ലുന്നേ. ഇലുവിന്റെ അലർച്ച കേട്ടതും റാഷി അവിടേക്ക് ഓടി വന്നു. ഫാദിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കിടന്ന തുള്ളുവാണിലും. ഡാ മറിക്കേ. റാഷി ഫാദിയെ പിടിച്ചു മാറ്റി ഇലുവിനെ ചേർത്ത് പിടിച്ചതും ഫാദിയെ നോക്കി അവൾ കോക്രി കാണിച്ചു. നോക്കിക്ക ഈ പെണ്ണ് കാണിക്കുന്നത്, ഇവളെ ഞാനിന്ന്. റാഷിയോട് പറഞ്ഞുകൊണ്ട് വീണ്ടും വഴക്കിന് വരുന്ന ഫാദിയെ റാഷി കണ്ണുരുട്ടി നോക്കി. അവൾ കുഞ്ഞല്ലേ, ഇത്രയും വലുപ്പം വെച്ചിട്ട് നീ അടി ഉണ്ടാക്കാൻ നടക്കുക? ഉവ്വേ, ഞാനും ഇവള് 2 വയസ്സിന് ഡിഫറൻസ് ഉള്ളൂ. എന്നിട്ട് ഇവള് കുഞ്ഞും ഞാൻ വലിയവനും. ഇതെവിടുത്തെ ന്യായമാ? പുച്ഛിച്ച് പറഞ്ഞവനെ കാണാൻ റാഷിയും ഇലുവും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. ആ നോക്കിക്ക മോളെ, നീ കോളേജിൽ വന്നാൽ നിന്നെ ഞാൻ തിരിഞ്ഞു പോലും നോക്കൂല. തിരിഞ്ഞു നോക്കണ്ട, നേരെ നോക്കിയാൽ മതി. ദേഷ്യത്തോടെ പറഞ്ഞ ഫാദിയെ കൂടുതൽ കളിപ്പാക്കാൻ ഇലവും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി ഇതൊക്കെ ആരാന്നല്ലേ നിങ്ങളൊക്കെ നോക്കുന്നത്? ഇതാണ് മക്കളെ നമ്മുടെ സ്വന്തം ജറായിൽഹാം എന്ന അവളുടെ കാക്കുമാരുടെ ഇലു. അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. ക്ലാസ് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് തുടങ്ങിയ റാഗിങ് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാലോ. ആ റാഗിങ്ങിൽ നിന്നൊന്നും രക്ഷിക്കൂല എന്നുദ്ദേശിച്ചാണ് കോളേജിൽ നിന്ന് തിരിഞ്ഞു നോക്കുകയല്ല എന്ന് ഫാദി പറഞ്ഞത്. അവളുടെ മൂത്ത കാക്കുവാണ് റാഷിദ് ഇബ്രാഹിം എന്ന അവളുടെയും ഫാദിയുടെയും സ്വന്തം റാഷിക്ക. ആളിപ്പോൾ ഇതിൽ പഠിക്കാൻ പോകുന്ന കോളേജിലെ ലെക്ചററാണ്. അവളുടെ രണ്ടാമത്തെ കാക്കുവാണ് ഫാദിൽ ഇബ്രാഹിം എന്ന ഇലുവിന്റെ ഫാദിക്ക. ആള് ഇതിൽ പഠിക്കാൻ പോകുന്ന കോളേജിലെ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇതിൽ പഠിക്കാൻ പോണ കോളേജിലാണ് അവർ എന്നല്ല, അവരുള്ള കോളേജിലേക്കാണ് ഇതിൽ പഠിക്കാൻ പോണേ എന്ന്. ഇവരൊക്കെ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാം.